ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ശ്രവിക്കുന്ന തിരുവചനം മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരും നിയമജ്ഞരും തമ്മിലുള്ള ഒരു സണ്ടയാണ്, തർക്കമാണ് ഇവിടെ നാം കാണുക. നിയമജ്ഞർ വന്നിട്ട് തർക്കിക്കുമ്പോൾ യേശു അവിടേക്ക് കടന്നു വരുന്നു, ചോദിക്കുന്നു, എന്താണ് അവിടെ നടക്കുന്ന പ്രശ്നം? അവർ പറയുക, പിശാചബാധിതനായ ഒരു ബാലൻ അവനെ മോചിപ്പിക്കുവാനായിട്ട്, അവനിലുള്ള മൂകനായ ആത്മാവിനെ അവനിൽ നിന്ന് എടുത്തു മാറ്റുവാനായിട്ട് ശിഷ്യന്മാർക്ക് കഴിയുന്നില്ല എന്ന്. ചില മനുഷ്യരുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും അതാണ് യേശുവിൻ്റെ ശിഷ്യരിലേക്ക് ഈ ബാലനെ എത്തിച്ചത്. പ്രാർത്ഥിക്കുന്ന കൂട്ടരാണ്, യേശുവിൻ്റെ കൂടെ നടക്കുന്നവരാണ് എന്നുള്ള ചിന്തയാണ് തീർച്ചയായിട്ടും ഈ മനുഷ്യരെ, ഈ ബാലനെ ഇവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാക്കിയിരിക്കുക. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ ലഭിക്കാതെ വന്നപ്പോൾ അവിടെ തർക്കമാകുന്നു, ബഹളമാകുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതവും ഇങ്ങനെ തന്നെയല്ലേ? എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അപരൻ വളർന്നില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറുകയല്ലേ? മറ്റൊന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുക, ജനം നിന്നെയും എന്നെയും നോക്കിക്കാണുന്ന ഒരു രീതിയാണ്. നീ പ്രാർത്ഥിക്കേണ്ട മനുഷ്യനായിരിക്കണം ഒരു വൈദികൻ, ഒരു സന്യാസി അഥവാ ഒരു ക്രൈസ്തവൻ എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ പലപ്പോഴും ദൈവം നമ്മിൽ നൽകിയിരിക്കുന്ന ആ നിയോഗത്തെ മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നീ പ്രശ്നത്തിലേക്ക് എത്തിച്ചേരും. നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിയോഗം മനസ്സിലാക്കി ജീവിക്കുക എന്ന് ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും പള്ളികളിലായിരിക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒന്നാണ്, മാതാപിതാക്കള് മക്കളെ കൊണ്ടുവന്നിട്ട് അച്ഛൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പറയും, അച്ഛ ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന്. അവരുടെ ഒരു പ്രതീക്ഷയാണ്, സ്വപ്നമാണ്, ഈ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഈ മകന് നന്മ ലഭിക്കും, അനുഗ്രഹം ലഭിക്കും എന്നുള്ളത്. ഈ ഒരു അനുഗ്രഹം കൊടുക്കാനുള്ള ശക്തിയും ഓജസ്സും നന്മയുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ദൈവം നൽകിയിരിക്കുന്ന, തമ്മിൽ നിവേശിപ്പിച്ചിരിക്കുന്ന ഈ നന്മകള്, ഈ അനുഗ്രഹങ്ങള്, പ്രാർത്ഥനയെ വേണ്ട വിധത്തിൽ നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ടോ? വന്ന മനുഷ്യർ തന്നെ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ എന്നാണ്. നിനക്ക് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? യേശു പറയുന്നു, കഴിയുമെങ്കിലോ എന്നല്ല, കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കണം എന്നാണ് യേശു പഠിപ്പിക്കുക. അതെ, നമ്മൾ ഇന്ന് ഈ തിരുവചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മളിലുള്ള നന്മകളെ, അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ. അതനുസരിച്ച് സമൂഹത്തിനും ലോകത്തിനും നമുക്ക് ചുറ്റുമുള്ളവർക്കും അല്പം നന്മ കൊടുക്കുവാൻ, അല്പം അനുഗ്രഹമായി തീരുവാൻ, അല്പം ആശ്വാസവും നന്മയും പങ്കുവയ്ക്കുന്ന വ്യക്തികളായി തീരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനായി ഈ ഒരു സുവിശേഷ ഭാഗം നമ്മളെ ഓരോരുത്തരെയും ക്രമപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.